ഇന്ന് ഞാൻ എൻ്റെ സ്വന്തം നാട്ടിലാണ് കേട്ടോ. എന്തായാലും വാ, ഇവിടെ ഞാൻ കളിച്ച് വളർന്ന സ്ഥലങ്ങളൊക്കെ ഇത് നമ്മുടെ സ്വന്തം പറമ്പാണ് കേട്ടോ. പറമ്പിൽ നമ്മളൊരു സാധനം എടുക്കാൻ വേണ്ടി വരിക. ഇതാണ് കേട്ടോ എൻ്റെ പറമ്പ്. ഇവിടെ പറമ്പിൽ ഒരുപാട് ആദായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറേ ഇങ്ങോട്ട് വരാണ്ട്, അങ്ങനെ വരാറില്ല. നമ്മളിവിടെ കശുമാവ് ഒത്തിരി കുറേ സാധനങ്ങളുണ്ടായിരുന്നു. എല്ലാം ഇപ്പോൾ പോയി, കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. ഇതാണ് കേട്ടോ എൻ്റെ നാട്. എൻ്റെ നാട് ഭംഗിയുണ്ടോ? എൻ്റെ നാട് എന്ന് പറഞ്ഞാൽ കാസർഗോഡാണ് കേട്ടോ. കുറേ മലകളും കുന്നും മരങ്ങളും ഫോറസ്റ്റുകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇതുണ്ട, ആ കാണുന്ന ഒരു മല, അതിൻ്റെ അപ്പുറത്തൊരു മല, അതിൻ്റെ നടുക്കാണ് കേട്ടോ നമ്മുടെ ഇങ്ങനെ സ്ഥലമൊക്കെ. എൻ്റെ നാടിനെ പറ്റി പറയുമ്പോൾ എനിക്ക് 100 നാവാ കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് എനിക്കിവിടെ പോകുന്നത് കേട്ടോ. എൻ്റെ നാട്ടുകാരും കുറച്ച് നാടൻ പ്രദേശമാണ്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. എനിക്കിവിടെ പോയി നിൽക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം. എനിക്കവിടെ നിൽക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല, എനിക്ക് ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. അത് കാരണം എനിക്കെന്താ, എൻ്റെ നാട് എനിക്ക് ജീവനാണ്. ഇന്ന് നമ്മൾ നമ്മുടെ സ്വന്തം പറമ്പിലെ കാപ്പിക്കുരു പറിച്ച് കാപ്പി ഉണ്ടാക്കാൻ പോകാം. നമുക്ക് കാപ്പിക്കുരു പറിക്കാം. ഇത്രേ കിട്ടിയല്ലോ, കുറച്ചേ ഉള്ളൂ, ബാക്കിയൊക്കെ ഉണങ്ങി മേളില, അത് കയ്യെത്തൂല. എന്തായാലും ഇത് നമുക്ക് കാപ്പിപ്പൊടി ആക്കാം കേട്ടോ. നമ്മുടെ സ്വന്തം വളത്തിൽ നിന്ന് കിട്ടുന്നല്ലേ, നോക്കി നോക്കാം. ഇവിടെ ആയിരുന്നു നമ്മുടെ വീടുണ്ടായിരുന്നേ, പക്ഷേ ആ വീട് നമ്മൾ കളഞ്ഞിട്ട് നമ്മളവിടെയൊക്കെ ഇത് വെച്ചു. എന്താ, കവുങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. കവുങ്ങിൽ അടക്കൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പറിച്ചു വിറ്റു. അതെ, നിങ്ങൾക്കൊരു കാര്യം കാണിക്കാം. ഇതെൻ്റെ അനിയൻ വെച്ച പേരെയാണെന്ന് പറയാൻ അവൻ പറഞ്ഞു. എനിക്കറിയില്ല ഇത് അവനാ വെച്ചത്, അവൻ വെച്ചതാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അവൻ പറഞ്ഞു ഇപ്പം എന്നോട് അങ്ങനെ പറയാൻ വേണ്ടി. കഴിഞ്ഞ സീസണിൽ ഇതിനകത്ത് പേരൊക്കെ ഉണ്ടായിരുന്നു അത്ര. ഞാൻ കുറേ നാൾക്ക് ശേഷം ഇങ്ങോട്ട് വരുന്നു. ഇത് ഒരു ഓറഞ്ച് മരം കേട്ടോ. ഇതെൻ്റെ അനിയത്തി നട്ട് വെച്ചതാണ്, പക്ഷേ എന്താണോ അറിയില്ല, ഇതിനകത്ത് ഒറ്റ ഓറഞ്ച് പോലും ഇതിനകത്ത് പിടിച്ചില്ല. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ആ കാപ്പിക്കുരു പൊടിക്കും കേട്ടോ. കുറച്ചേ എടുത്തുള്ളൂ. ആ നന്നായിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഞാൻ മെല്ലെ കേട്ടോ പൊടിക്കുന്നത്, സ്പീഡാക്കിയെന്നേ ഉള്ളൂ. എന്നിട്ട് അതിൽ നിന്ന് നമ്മളിങ്ങനെ ഓരോന്ന് എടുക്കണം കേട്ടോ. കുറേ ഉണ്ടെങ്കിൽ നമുക്ക് ഉരളിലൊക്കെ ഇട്ട് ഇടിച്ച് വേഗം എടുക്കാൻ പറ്റും. ഇത്തിരി മാത്രമേ ഞാൻ എടുത്തുള്ളൂ. അത് കണ്ടോ, കുറച്ച് മാത്രം. ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനെ കാപ്പിക്കുരു ആക്കി നോക്കുന്നത്. അത് കാരണം എനിക്കിൻ്റെ അധികം ഇതൊന്നും അറിയില്ല. അത് കാരണം കുറച്ച് മാത്രം എടുത്തിട്ട് ഒരു ചട്ടി നന്നായി ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇട്ടത് ഈ ഒരു പരുവാകുന്നോടം വരെ നന്നായിട്ട് ചൂടാക്കി എടുത്തു കേട്ടോ. ആ ചൂടായി വരുമ്പം തന്നെ ഒരു നല്ല മണം വരും കേട്ടോ. ഈ ഒരു ഇതിൽ നന്നായി ചൂടാക്കി എടുത്തിട്ട് ഒരു മിക്സിക്കകത്തിട്ട്, കുറച്ചല്ലേ ഉള്ളൂ, മിക്സിക്കകത്തിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു കേട്ടോ. അത് തുറന്നപ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണമായിരുന്നു കേട്ടോ. അത് ആ അടുക്കള മൊത്തം ഉണ്ടായിരുന്നു കേട്ടോ മണം. പിന്നെ നമുക്ക് പാലൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു കാപ്പി ഉണ്ടാക്കണം. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ കാപ്പിപ്പൊടിയിൽ നിന്ന് കാപ്പി കുടിക്കാൻ പോവാം കേട്ടോ. കുടിച്ച് നോക്കിയപ്പോൾ തന്നെ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. അത് അടിപൊളി കോഫിയായിരുന്നു കേട്ടോ, പറയാനില്ല, അടിപൊളിയായിരുന്നു.